അതിർത്തിയിൽ വെടിപൊട്ടുന്നപ്പോഴാണ് ഭരണാധികാരി പ്രതിസന്ധിയിലാകുമ്പോഴാണ്. ട്രംപ് പ്രതിസന്ധിയിലായിട്ട് കുറേ മാസങ്ങളായി. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ ഇറാൻ്റെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ട്രംപ് അത് ചെയ്യും. വെനസ്വേല അറ്റാക്ക് ചെയ്ത് നിക്കോളാസ് മദുറോയെ അവിടെ നിന്ന് പൊക്കിയത് പോലും അതിനുവേണ്ടിയാണ്. വേറെ ഏതെങ്കിലും പ്രസിഡന്റുമാർ ഇത്രയും പ്രതിസന്ധിയിലായിട്ടുള്ളൊരു ചരിത്രം അമേരിക്കയിലില്ല. കാരണം ഇപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ കാര്യം, അദ്ദേഹത്തിന് ഒരു സെക്സ് സ്കാൻഡലാണ് വന്നത്. അദ്ദേഹം ഓടിപ്പോയി സുഡാനിലൊരു ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്ന പാരസെറ്റമോൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി പോയി ബോംബിട്ടു. അതാണ് ഇതിനോട് സാമ്യമുള്ളൊരു സംഭവം. ഇതങ്ങനെയല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ എന്തിനാണ് ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുള്ള ചോദ്യം മുമ്പേ ഉണ്ട്. ആ ചോദ്യം ഉയർത്തുന്നത് ലെഫ്റ്റുകളല്ല, അമേരിക്കൻ ലെഫ്റ്റിസ്റ്റുകളല്ല ചോദ്യം ഉയർത്തുന്നത്, റൈറ്റ് വിങ്ങേഴ്സാണ്. ആ ചോദ്യം വളരെ ശക്തമായി ഇക്കുറി വരിക എന്ന് മാത്രമല്ല, ഈ ഇസ്രായേലിനെ അനാവശ്യമായി എന്തിന് അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ശബ്ദം ഉയർന്നു വരുന്നു. അത് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ഏത് താല്പര്യമാണ് അമേരിക്ക സംരക്ഷിക്കുന്നത്? ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ചോദ്യത്തിന് മൂർച്ച കൂടി വരുന്നു. അതിൻ്റെ ഇടയിലാണ് എപ്സ്റ്റീൻ ഫയൽ വരുന്നത്. എപ്സ്റ്റീൻ ഫയൽ കേവലമായൊരു പീഡോഫൈൽ ഡാറ്റയല്ല, ഒരു പീഡോഫൈലിൻ്റെ യാത്രകളുടെ വിവരങ്ങളല്ല അതിലുള്ളത്. അത് മൊസാദുമായുള്ള എപ്സ്റ്റീൻ്റെ ബന്ധമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി അമേരിക്ക ഭരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ വർഷം ഇലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാത്തത്? അതിൽ അയാളുടെ പേരുണ്ട്, എന്നാൽ ഇലോൺ മസ്കിൻ്റെ പേരുണ്ട്. പക്ഷേ ഏറ്റവും അപകടകരമായൊരു വിധത്തിൽ പേരുകളും ചിത്രങ്ങളും ഉള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെയാണ്. അപ്പോൾ എപ്സ്റ്റീനുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ മൊസാദ് ബന്ധമുള്ള എപ്സ്റ്റീനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ അമേരിക്ക ഭരിക്കുകയാണ് എന്നുള്ളത് അമേരിക്കയിൽ ട്രംപിൻ്റെ ക്യാമ്പിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ട്രംപ് ഈ മഗ ക്യാമ്പിൽ തന്നെ അത് വലിയ പ്രശ്നമാണ്. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു റിയൽ പ്രതിസന്ധിയാണ് ട്രംപിനെ സംബന്ധിച്ച്. അപ്പോൾ ട്രംപ് അത് പല രീതിയിൽ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വെനസ്വേലയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതും അതുപോലെ ഈ പറയുന്ന ഇമിഗ്രൻസിനെതിരായ നടപടിയും എല്ലാം ഈ ഒരു തരം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനൊരു തന്ത്രമാണ്. അതൊന്നും അവിടെ ഏൽക്കുന്നില്ല. അപ്പോഴാണ് ഇറാനുമായുള്ള ചർച്ച വരുന്നത്. അപ്പോൾ ഇറാൻ്റെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ ആദ്യം ചെയ്യുന്നതാണ്, ഈ ചർച്ച അവിടെ തുടങ്ങുന്നത് തന്നെ ഒരു പോയിന്റ് ബ്ലാങ്കിലാണ് ചർച്ച, തോക്കിയുണ്ടിയാണ് ചർച്ച എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രൈക്കിനുള്ള കോപ്പ് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഈ ചർച്ച തന്നെ ഇസ്രായേലിന് വേണ്ടിയാണെന്നും അത് ട്രംപിനെ സംരക്ഷിക്കാനാണെന്നും ഇറാൻ നേരത്തെ അറിയാം. അതുകൊണ്ട് അവർ ഫുൾ എക്യുപ്ഡായിട്ട് നിൽക്കുകയാണ്. ഇത് സംഭവിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് പുറത്തു വരുന്ന വാർത്ത, ഇസ്രായേൽ ഇത് ഒരു മാസം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഇന്നത്തെ സ്ട്രൈക്ക്. അപ്പോൾ എന്തിനായിരുന്നു ചർച്ച? അപ്പോൾ ചർച്ച വെറും ഡ്രാമയാണെന്നും ആ ചർച്ചയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഇറാൻ 7 വികസിത രാജ്യങ്ങളുമായി, വൻശക്തി രാജ്യങ്ങളുമായി ഒരു കരാർ ഒപ്പുവെച്ചതാണ് ഒബാമയുടെ കാലത്ത്. അതിൽ നിന്ന് ഏകപക്ഷീയമായി പുറകോട്ട് പോകുന്നത് ട്രംപാണ്. ട്രംപ് ഇന്ന് പുറകോട്ട് പോകാൻ കാരണം ഇസ്രായേലിൻ്റെ സമ്മർദ്ദമാണ്. എന്നിട്ട് വീണ്ടും ഒരു ചർച്ചയിലൂടെ ഒരു കരാറുണ്ടാക്കാനുള്ള ശ്രമിക്കുന്നത്. ഈ കരാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? മുൻപ് ഒബാമയുടെ കാലത്ത് ലിഫ്റ്റ് ചെയ്ത ഈ സാങ്ഷൻസ് വീണ്ടും തിരികെ അവരുടെ മേൽ വന്നു. ഇനി ആ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിണിതി. ഒരു കരാറുണ്ടാക്കുക, ഇവരുടെ പ്രോലിഫറേഷൻ റേറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ധാരണയിലെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യുകയാണല്ലോ. ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? ഇറാൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം വരും. ആ പണം വന്നത് ആർക്കാണ് ഉപദ്രവം? ഇത് ഇസ്രായേലിന് ഉപദ്രവമാകും. അപ്പോൾ ഈ ചർച്ച തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഈ ചർച്ച വെറും ഡ്രാമയാണ്. യഥാർത്ഥത്തിൽ ഇറാനിലൊരു റെജീം ചേഞ്ച്, ഇന്ന് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസംഗം കേൾക്കണം. ഈ 2 മണിക്കൂർ മുമ്പ് ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഒരു പ്രസംഗമുണ്ട്, എഴുത്തയ്യാറാക്കി വായിക്കുന്നതാണ്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്നിട്ടാണ് അദ്ദേഹം സാധാരണ ട്രംപിൻ്റെ മൂക്കിൻ്റെ അവിടെ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ടാണ് പ്രസംഗിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം പോലും കാണരുത്, നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും വെർബാറ്റിം ഈ നെതന്യാഹു പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇറാനിയൻസിനോട് റെജീം ചേഞ്ചിന് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ എവിടെയും നിൽക്കരുത്, മാറി നിൽക്കണം, കാരണം ഐ വിൽ ബോംബ് എവരിവെയർ. ഇത് നെതന്യാഹുവിൻ്റെ ഭാഷയാണ്. എല്ലായിടത്തും ഞാൻ ബോംബിടും, നിങ്ങൾ അതിനൊക്കെ സേഫായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹു എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് ട്രംപ് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയലിനെ പറ്റി നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും അതിലെ ഇക്കിളി കഥകൾ, അതിലെ പീഡന കഥകൾ, പീഡോഫൈൽ കഥകളാണ്. എപ്സ്റ്റീൻ ഫയൽ യഥാർത്ഥത്തിൽ ലോകം ആര് നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ ഡോക്യുമെൻ്റഡ് രേഖയാണ്. അത് കൃത്യമായത് എന്താണ് പറയുക, അതിലേക്ക് ഡൈവ് ചെയ്ത് അതിൽ നിന്ന് കുറേ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ ഇത് ഇനിയും ആളുകൾ വായിച്ചു കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ലോകം ആര് ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഡോക്യുമെൻ്റഡ് രേഖയാണ്. അത് അമേരിക്കയല്ല, അത് ഇസ്രായേലല്ല, അത് വേറെ കുറേ ആളുകളാണ്. അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അത് മോദി ഒന്ന് ആലോചിച്ച് നോക്കാം, മോദി എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഈ യുദ്ധം ഉടനുണ്ടാകും. ഈ അറ്റാക്ക്, ഇറാനും അറ്റാക്ക് ഉടനുണ്ടാകും ഇസ്രായേലിന് അറിയാമല്ലോ, നെതന്യാഹുവിന് അറിയാമല്ലോ, ട്രംപിന് അറിയാമല്ലോ.
മോദി ഈ ഏറ്റവും അവസാനം ഈ യുദ്ധത്തിൽ ഏറ്റവും അവസാനം ഇസ്രായേൽ സന്ദർശിച്ച് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ലോക നേതാവാണ് മോദി. എന്തുകൊണ്ട് മോദി പോകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ വന്ന് എനിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു നെതന്യാഹുവിന് കാണിക്കാൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നാണത്. അല്ലാതെ എന്ത് ഗുണമാണ് ആ യാത്ര കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായത്? അയൺ ഡോം തരാമോ എന്ന് ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അയൺ ഡോം വേണം ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു, തരില്ല എന്ന് പറഞ്ഞു. എന്ത് ഗുണമുണ്ടായത്? അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ ജനസൈഡിൻ്റെ പേരിൽ പല രാജ്യങ്ങളും യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസുള്ള ഒരു രാജ്യത്തിൻ്റെ തലവനുമായി കെട്ടിപ്പിടിക്കുന്നു, ബി എന്ന് വിളിക്കുന്നു, മനസ്സിലാവാത്ത ഏതൊക്കെയോ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒന്നാലോചിച്ച് നോക്കി, ഇതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ എപ്സ്റ്റീൻ ഫയലിൽ മുങ്ങിത്തപ്പ് തന്നെ വേണം. അത് ഇനിയും കുറേ അധികം വിവരങ്ങൾ പുറത്തു വരാനുണ്ട്.